നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സ്വാമി എവിടെ പോയതാണെന്നും സ്വാമി എന്തിനു പോയതാണെന്നും എനിക്കറിയാം. പക്ഷേ തൽക്കാലം നിങ്ങളത് അറിയണ്ട. രഹസ്യമായിട്ട് ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നുണ്ടല്ലോ. അതെന്താണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളാരും പറയാറില്ലല്ലോ. ഇനി നീയല്ല ആര് ശ്രമിച്ചാലും സ്വാമി പോയ സ്ഥലം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാ. പിന്നെയല്ലേ അയാൾ എന്ത് ചെയ്യുന്നുവെന്ന്. അതെനിക്കറിയാം. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ തന്നെ തീരുമാനിച്ച് ഞാൻ തന്നെ ഓരോന്നും ചെയ്യുന്നത്. എന്നെ ചോദ്യം ചെയ്യാനും ഉപദേശിക്കാനൊന്നും തൽക്കാലം ആരും വരണ്ട. അതിനുള്ള യോഗ്യത ഈ വീട്ടിൽ ആർക്കുമില്ല, പ്രത്യേകിച്ച് നിനക്ക്. എന്താമ്മേ? അവള് രണ്ടും കൽപ്പിച്ചാ മോനെ. ഏത് നിമിഷവും അവളുടെ കല്യാണം നടക്കും. അതെന്താമ്മേ അങ്ങനെ പറഞ്ഞത്? അവളെ കല്യാണ ഡ്രസ് വരെ വാങ്ങിച്ചു കഴിഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? കല്യാണം കഴിക്കുന്നല്ലേ? അമ്മേ, തൽക്കാലം അറിഞ്ഞ ഭാവം കാണിക്കാൻ പോകണ്ട. ഒന്നും ചോദിക്കാനും പോകണ്ട. ഈ സമയത്ത് നമ്മൾ അവളെ പ്രകോപിപ്പിക്കാതിരിക്കുന്നതാ നല്ലത്. അവള് നാശത്തിലേക്ക് എടുത്തിയാടാൻ പോകുന്നത്. അത് കണ്ടിട്ട് എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും? വഴക്കിട്ടിട്ട് എന്താണമ്മേ കാര്യം? വെറുതെ അവളുടെ വാശി കൂടുന്നല്ലാതെ അതുകൊണ്ട് എന്താ ഗുണം? ഒന്നോർത്താ നമ്മുടെ ഭാഗത്തുകൊണ്ട് തെറ്റ്. അവളെ നമ്മൾ പരിഗണിച്ചില്ല. നമ്മൾ മുൻകൈ എടുത്ത് അവളുടെ കല്യാണം നടത്തി കൊടുക്കണമായിരുന്നു. അതിനും നമ്മൾ ശ്രമിച്ചില്ല. ശ്രമിച്ചാലും നടക്കില്ലായിരുന്നല്ലോ. നമ്മളോടുള്ള അവളുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? ശത്രുക്കളെ പോലെയല്ലേ അവള് നമ്മളെ കണ്ടിരുന്നത്. ഇതൊന്നുമല്ല. വാശി അവൾക്ക് നമ്മളെ തോപ്പിക്കണം. അതിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ തോക്കാൻ പോകുന്നത് അവള് തന്നെയാണെന്ന് എന്തുകൊണ്ടാണ് അവള് തിരിച്ചറിയാത്തത്? എനിക്ക് നല്ല സങ്കടമുണ്ടമ്മേ അവളെ കുറിച്ച് ചിന്തിക്കുമ്പോ. പക്ഷെ എന്ത് ചെയ്യാന്? എന്നാലും എന്റെ പരമാവധി ഞാൻ ശ്രമിക്കും ആ കല്യാണം നടക്കാതിരിക്കാൻ. എന്നിട്ടും അതിന് കഴിഞ്ഞില്ലെങ്കിൽ അമ്മ വിഷമിക്കണ്ട. എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. കാണാതിരിക്കില്ല. നമുക്ക് വേണ്ടത് ചെയ്യാമേ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല മോനെ. എന്നാലും ഞാൻ പ്രാർത്ഥിക്കാം. അല്ലാതെ എന്ത് ചെയ്യാനാ? ശരിയമ്മേ. എന്തൊരു കിടപ്പാ മനോഹര ഇത്. നീ എപ്പോ ഒന്ന് എഴുന്നേറ്റ് കാണാൻ പറ്റും? നിന്റെ മോളുടെ കല്യാണോ? വെറ്റിലെ അടക്കയും വാങ്ങി നെറുകയിൽ അത് വെച്ച് അനുഗ്രഹിക്കേണ്ടത് നീയാ. വരന് കൈ പിടിച്ചു കൊടുക്കേണ്ടതും നീയല്ലേ? ഒരത്ഭുതം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് മനോഹര. കല്യാണ ദിവസം രാവിലെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് നീ എണീക്കും. എണീക്കണം മോനെ. അതെന്റെ ഒരു ആഗ്രഹം കൂടിയാ. നീ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോ സഹിക്കുന്നില്ലടാ മോനെ. നിന്റെ മനസ്സിൽ എന്താണെന്ന് അമ്മയ്ക്ക് അറിയില്ല. നല്ലോണം നടന്നിരുന്ന സമയത്ത് നീ ബന്ധത്തിനെതിരായിരുന്നു. ഇപ്പോഴും ആ ഒരു തീരുമാനം തന്നെയാ നിനക്കുള്ളതെന്ന് എനിക്കറിയില്ല. അതെന്ത് തന്നെ ആയാലും നിത്യമോളെ നീ അനുഗ്രഹിക്കണം. അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടി മനോഹര നീ ഒന്ന് പ്രാർത്ഥിക്കണം. വേറൊന്നും ഈ സമയത്ത് എനിക്ക് നിന്നോട് പറയാനില്ല.